ஓகே துபாய்க்கு போனது ரெண்டு காரணத்துக்காக. இன்னொரு காரணம் என்ன? அவன் நிறைய பணம் எடுத்துட்டு போயிருந்தான்ல. But wasn't that an advance for the gold Inayat Khalil was sending? No. എന്താ കുട്ടിയെ ജോലി വല്ലതും ആയോ? Then what was it for? Kalashnikova! ദുബായ് മോളല്ലോ ദുബായ് മോളോട്ട് നടന്നോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഫോൺ ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് പുതിയ DJ മേടിച്ചായിരുന്നു. അപ്പോൾ DJ ഓസ്മോ പോക്കറ്റല്ലല്ലോ ഗിംബൽ മേടിച്ചിട്ട് അതിൻ്റെ കണക്ടിവിറ്റി കുറച്ച് ഇഷ്യൂ ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പുറകെ കാണുന്നവൻ്റെ സാംസങ് S25 അൾട്രയിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആരെണ്ടൊക്കെ ട്രാക്ക് ചെയ്യുന്നത് ആ ചേട്ടനൊക്കെ ട്രാക്ക് ചെയ്യുന്നത്. നോ 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 ഞങ്ങൾ ട്രാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതായിരുന്നു മെയിൻ ഇഷ്യൂ. അപ്പോൾ ഇത് മാറ്റി കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ദുബായ് മാളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നില്ല, എന്നാന്നറിയാൻ മേല. കുറച്ച് ഇഷ്യൂസൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മളെ വേറെ സാധനം കാണിച്ചില്ല. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും JCPയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പുതിയ വ്ളോഗൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. കുറച്ച് ജോലിയുടെയും പിന്നെ ടൈം ഫ്രെയിമിൻ്റെയൊക്കെ കുറച്ച് ടൈം ഒപ്പിക്കാനുള്ളൊക്കെ പടാപ്പാടുമൊക്കെ ഇട്ട് ഇറങ്ങാൻ പറ്റിയില്ല, ഓരോ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ നാളെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 7-8 കൊല്ലത്തിൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ സഫലീകരിക്കാൻ ഇന്ന് പറ്റുമെന്നുള്ളൊരു ചിന്തയിൽ ഇന്ന് പറ്റും. ഞാൻ പൈസ എല്ലാം സെറ്റ് ചെയ്ത് കൂട്ടി വെച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന്മാരും ഉണ്ട്. അപ്പോൾ അവന്മാരുമായിട്ട് ഇന്ന് ആ 8 കൊല്ലത്തിൻ്റെ ആ ഒരു ഡ്രീം അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു, അങ്ങ് സഫലീകരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഏരിയ തപ്പിപ്പിടിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ പുറകിലല്ല, ഈ ഏരിയ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ ആയിരിക്കുമെന്ന്. അതായത് കാർ പാർക്കിങ്ങിൽ അത്യാവശ്യം ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇത് ഷൂട്ട് ചെയ്യാൻ ഒരു ഇൻ്റർ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് കണ്ണു തെറ്റി പുറകെ നിൽക്കുന്ന ആളെ കണ്ടു. അങ്ങോട്ട് കയറിപ്പോയപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് കുറച്ച് ടൈം അങ്ങ് മാറി. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ സാധനം ഒന്ന് എടുത്ത് അങ്ങോട്ടും പോയി അതും ഒന്നും എടുത്ത് എല്ലാം ഓക്കെ ആയിട്ട് ഇറങ്ങാനാണ് ഇന്നത്തെ ഒരു പ്ലാൻ. പിന്നെ കുറച്ച് വീഡിയോസും കൂടെ എടുക്കാനുണ്ട്. സോ അതിൻ്റെ ഒരു തന്ത്രപ്പാടിലാണ്. അപ്പം മെയിൻലി ഇന്നത്തെ വീഡിയോ മൊത്തം അതായിരിക്കും. ഓക്കെ, ഒരു എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയാൻ മേല. 8 കൊല്ലം ഒരു 7-8 കൊല്ലത്തിൻ്റെ ഒരു ഡ്രീമാണ് ഇന്ന് സഫലമാകാൻ പോകുന്നത്. അത് ഞാൻ ആരോടും പറയത്തില്ല, ഇവന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവന്മാർക്കും എൻ്റെ ഒരു ഇവന്മാർക്കേ അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ എന്താ പരിപാടിയെന്ന്. സോ അതിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൂടെ ഐവനുണ്ട്, നമ്മുടെ മെയിൻ ആളുകളുണ്ട്. ഓക്കെ,
ഇനി കയറി ചെന്ന് ഷറഫ് DG ആണ് നോക്കി വെച്ചേക്കുന്നത്. അങ്ങോട്ട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക, ഒന്ന് സെറ്റ് ചെയ്യുക. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നായിരുന്നു, അപ്പോൾ ഈ ഞായറാഴ്ച മേടിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് നടക്കുക. ബൈ. അപ്പോൾ നമ്മുടെ കാണിച്ച് ഇന്നത് കാണത്തില്ല. ഇതാണ് സാധനം. ഇതിനകത്ത് വേറെ കുറ്റങ്ങളുണ്ട്. 8 കൊല്ലം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. 8 കൊല്ലത്തെ സാധനമാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. വിഷമമൊന്നുമില്ല. അവർക്ക് പാതിയും വേണ്ടി പാതി അത്രേ ഉള്ളൂ. സുഖമാണ്. ആർക്കും നമ്മൾ വന്നേക്കുന്ന സ്ഥലം കാണിക്കണം. ഓക്കെ, ബ്രാൻഡിങ് കണ്ട മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആ ഒരു ബോർഡ് കാണിച്ചാൽ മനസ്സിലാവും. സംഭവം ഒരു മെഡിക്കൽ ക്ലിനിക്കിനാണ്, പക്ഷേ ദുബായ് മാളാണ്. സോറി കേസ്, എനിക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ല. അതിനുള്ള എല്ലാ കുറ്റങ്ങളും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? പൊട്ടിച്ച് നോക്കണം. ഇവനെ ആദ്യം തല്ലണം. ഓക്കെ, അത് വിട്. ഇനി നമുക്ക് എൻ്റെ രീതിയിലായിട്ടുള്ള സാധനം പൊട്ടിച്ച് നോക്കണം. ഫസ്റ്റ് ടൈം ഓൺ ചെയ്തിട്ടില്ല. അത് സ്ക്രീൻ ഒട്ടിക്കാൻ വേണ്ടി നമ്മളൊന്ന് പൊട്ടിച്ചായിരുന്നു. ചിലപ്പോൾ വീഡിയോക്ക് ഞാൻ കട്ട് ചെയ്യും. എന്നാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് ഒന്നുകൂടെ ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഇവർ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. ഉറങ്ങുക, നടന്നുറങ്ങുക ഉണ്ടോ? ഞാൻ ഈ വീഡിയോ ആൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഒന്നാമതിന് നല്ല തീറ്റി എന്ന് പറഞ്ഞിട്ട് നല്ല പ്രശ്നമുള്ള കേസാണ്. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലല്ല എനിക്ക്. ശീലല്ല. ജയിലിൽ നിന്നാണ് വരുന്നത്. മിക്കവാറും ഞാൻ ജയിലിൽ പോകും. നമുക്ക് എന്തെങ്കിലും ആദ്യമേ ഇതൊന്ന് ഫുള്ള് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഡേ എൻഡ് ചെയ്ത് നമുക്ക് സൺലൈറ്റ് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കും. അപ്പം നമ്മൾ അടുത്ത വീഡിയോ നോക്കിയിട്ട് പോരാ. അങ്ങോട്ടാണ് 5 days ആണ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്നൊരു ഇതൊരു കുടിശ്ശേരിപ്പാണ്, ഒരു വോക്കയാണ്. അവിടെ അപ്പോൾ വിച്ചുസാറെടുത്തൊരു ഫോട്ടോ ആണ് കാണിക്കുന്നത്. എഡിറ്റ് ചെയ്ത വേർഷനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. ചെമ്പരത്തി എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേര്. സോ നമ്മളിപ്പോൾ ഈ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മേടിച്ച പ്രോഡക്റ്റ് അതാ കൂടിനകത്തുണ്ട്. സോറി, ഇത് ഇച്ചിരി എനിക്ക് ഇതിൻ്റെ ഹാൻഡിലിങ് എടുത്തില്ല. സോ നമ്മൾ മേടിച്ച ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. നമ്മൾ വേറൊരു ഐസൊലേറ്റഡ് ഒരു ഏരിയയിലോട്ട് പോയിട്ട് ചെയ്യുന്നത്. സോ ഇൻ ദ ബ്ലാക്ക് ഇറ്റ് ഈസ് ജോൽ ചെറിയാൻ ആൻഡ് ദ വൈറ്റ് സ്വിച്ചുമാണ്. നമുക്ക് വിലക്ക പക്ഷേ കണ്ണിൽ കാണുന്നൊരു വ്യൂ
നമുക്കിവിടെ കിട്ടുമെന്നില്ല, പക്ഷേ ഉണ്ട് ഒരു സംതിങ് സ്പെഷ്യലായിട്ടൊരു ഇതുണ്ട്. S25 അൾട്ര കടയിരിക്കും. അത് വേറെ S25 അൾട്ര നമുക്ക് കണ്ണി കാണുന്നതിൻ്റെ ആ ഒരു വൈബ്, ആംബിയൻസ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഫ്രെയിമിങ്, ആ ഒരു വാട്ട് വി സേ അതിലേക്ക് നമ്മളെ കിട്ടത്തില്ലല്ലോ. ഓക്കെ, സോ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? എനിക്കറിയാൻ പറ്റില്ല സീരിയസ്ലി. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്ത് സാധനങ്ങൾ കണ്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ടൂർ ഗൈഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, അങ്ങോട്ട് അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അതാണ് മറ്റേ നമ്മുടെ ആളാണ് വിച്ചു. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബുർജ് ഖലീഫയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൈഡായിട്ട് ഒരു പാർക്ക് ഒരു ഏരിയ ആണ്. ഇറ്റ്സ് എ വെരി പ്ലസൻറ്റ് കാം ആൻഡ് ക്വൈറ്റ് ഒരു ഏരിയ ആണ്. സോ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. അവിടെ ഫ്രണ്ട് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും ഇതാണ് കൂടുതൽ ആൾക്കാർ ഇതാണ്. ഇവിടെ നിന്നുള്ളൊരു വേറെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐറ്റമാണ്. ഓക്കെ, അല്ല എന്നെ കാണിക്കും. നിന്നെ കാണിക്കുന്നു ഗൈസ്. നമ്മളെ ഫസ്റ്റ് പരിപാടി നൈസായിട്ട് സെറ്റായെങ്കിലും നമ്മുടെ സെക്കൻഡ് പരിപാടി നൈസായിട്ട് ഇരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം കാണിച്ച പോലെ തന്നെ നമ്മൾ ആ പച്ചപ്പിൽ നിന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാണ്ടായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ അത്. സോ അത് നല്ല ഇവിടെ നമ്മുടെ ന്യൂസിലൊക്കെ എല്ലാവരും കണ്ടു കാണും. ഇവിടുത്തെ പൂളിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ഫുൾ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ സ്പോട്ട് അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ചെയ്യേണ്ടി വരും. അവസാനം നമ്മൾ ഇവിടുന്ന് മാറി കുറച്ചകത്ത് അങ്ങോട്ട് പോകുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോയി നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ. അവിടെ മറ്റേ ടീ ഫ്രെയിം ബോസ് എടുക്കട്ടെ. അൺബോക്സിങ് ഈ ഫ്രെയിം വെച്ചാൽ പോലെ. സോ ഗൈസ്, നമ്മളങ്ങനെ അവസാനം നമ്മുടെ സ്പോട്ട് കണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ലൈറ്റുണ്ട്, അത്യാവശ്യം ലൈറ്റുണ്ട്. അത് ഇതിനു മുമ്പേ നമുക്കിത് എടുത്ത് പുറത്ത് വെക്കണം. 2 ക്യാമറമാരെ നിൽക്കുന്നത് എനിക്ക് എന്തൊക്കെ പോലെ. നമ്മുടെ പരിപാടി ചെറുതാണ്, എടുക്കുക. നല്ല കേട്ടോ, ഇതിനകത്തിരിക്കുന്ന സാധനമാണ്. സാധനം ഇതാണ്. വാക്കുന്നില്ല, വൃത്തിയായിട്ട് വായിലൊന്നും വരുന്നില്ല. അതുപോലെ ആഗ്രഹിച്ചൊരു സാധനമാണ് കേട്ടോ. 8 എനിക്ക് തോന്നുന്നു 7 കൊല്ലം അത്ര ഉണ്ട്. ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഐപാഡ് വരാൻ ആ സാധനം വന്നപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമാണ്. ദുബായ് വന്നു കഴിഞ്ഞിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്യാൻ. ലോകം വന്നു. വരും. അപ്പോൾ ഇതിനെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയ്ക്ക് എല്ലാവർക്കും കാണാവുന്ന പരിപാടി. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണേ. സോ ഗൈസ്, നമ്മളിപ്പോൾ കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ അവിടെ നിന്ന് അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഓപ്പർ ഹൗസാണ് ദുബായുടെ തന്നെ. അതുകൊണ്ട് ഇങ്ങോട്ട് മാറി വെക്കുവാണ്. ഇതിൻ്റെ എല്ലാം തിരക്കിൽ ഈ സാധനം വിട്ടുപോയി. അതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അത് ഇത് മേടിക്കുമ്പോൾ ഇതും മേടിക്കാതിരിക്കുന്ന വിഷയമാണ്. കാരണം ഇതിൻ്റെ കൂടെ പ്രോ സീരീസ് മാത്രമേ, അതായത് പ്രോ പെൻസിൽ മാത്രമേ നമുക്ക് ഇതിലൂടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. അതൊക്കെ വിടും. ആപ്പിളിൻ്റെ കാര്യത്തിന് അത് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യും. ഇവിടെ നിന്നാണ് ഇതൊക്കെ തുറക്കണ്ടേ.
വീണ്ടും വീണ്ടും കൺഫേം കാണും. ഓക്കെ, പേപ്പർ മാനുവൽ വേണ്ട. പെൻസിൽ പുറോ ഉണ്ടല്ലോ. ഓക്കെ, ഇതും ഉള്ളായിരുന്നു പരിപാടി. പിന്നെ ഇതിൻ്റെ ഞാൻ മേടിച്ചതിൻ്റെ സ്പെക്ക് പറയുവാണെങ്കിൽ അതും കൂടെ പറയാൻ മറന്നുമായിരുന്നു. അതിൻ്റെ സ്പെക്കും കൂടെ പറയുവാണെങ്കിൽ 12 GB M4 വൈഫൈ ആണ് മേടിച്ചേക്കുന്നത്. പ്ലസ് സെല്ലർ മേടിക്കാനുള്ള കാശ് നമുക്ക് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് സ്പെക്ക് അത്രയൊക്കെ ഉള്ളൂ. ഇനി വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ സാധനം മേടിച്ചേക്കുന്നത്. എത്ര നാൾ ഇപ്പോൾ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ ഒച്ചിരി തൊട്ടുള്ള ആഗ്രഹമാണ്, അത് +2 കഴിഞ്ഞിട്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ സാധനം എടുക്കണം, വരയ്ക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഇവന്മാർ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ M4 എന്നെ സെറ്റ് ചെയ്യാതൊക്കെ വിചാരിച്ചു. വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ, കാശിൻ്റെ അതൊന്നും അല്ല, എന്നാലും ആഗ്രഹമാണ് കേട്ടോ. ആഗ്രഹം സമരമാക്കി എൻ്റെ സന്തോഷം. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ഇവന്മാർക്ക് മേടിച്ചു കൊടുക്കണം, ചെറിയൊരു സന്തോഷം. ഓക്കെ, ഹലോ ഗൈസ്. സോ ഇന്നത്തെ പരിപാടി മൊത്തം ഏകദേശം അല്ല, ഫുള്ള് കഴിഞ്ഞു. ഇമാർക്ക് ഫുഡ് മേടിച്ചു കൊടുത്തു. അങ്ങനല്ല, ഒരു സാധനം ഇങ്ങനെ നമ്മൾ സന്തോഷിക്കുമ്പം ഫുഡ് കഴിക്കുക എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മന്തി പോയി കഴിച്ചത്. നമ്മൾ സാധനങ്ങളിലുണ്ട്. അപ്പം മരം ഫ്രണ്ടിൽ നടക്കുന്നു. നീ മെട്രോ കയറി റൂമിലെത്തുക. എന്തോ കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. സോ ഗൈസ്, ഈ ദിവസം നമ്മളെ തന്നെ ഈ വീഡിയോ തീർന്നു. അടുത്തൊരു വീഡിയോ വരുന്ന നമ്മൾ ഇവിടെ ഞാനൊന്നും അല്ല ഔട്ടർ മറ്റേ ഇത് പറയുന്നത്. എന്ത് അവനെന്തി മിന്റിലേയും കുടിച്ച് നടക്കുന്നു. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. എക്സ്പ്രസ് ചെയ്യണം വേണ്ട. എന്നാ പറ്റില്ല. സോ ഗൈസ്, നമ്മളങ്ങനെ നടന്ന് മെട്രോ സ്റ്റേഷൻ വന്നിരിക്കുകയാണ്. ഇനി ഇവന് ഷാർജ വരെ പോകണം. ഇവന് എൻ്റെ കൂടെ അതിനെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് മൊത്തം എൻ്റെ കൂടെ നിന്ന ഐവിൻ സി ജോർജിനും വിഷ്ണു പ്രസാദിനും എൻ്റെ കൂപ്പുകൈ ഇനിയുള്ള കാലങ്ങൾ എങ്ങനെ തള്ളി നീക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈ കൂടെയുള്ള ഈ ഒരു എനിക്കറിയാൻ മേല. അതല്ല കേട്ടോ, നീ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ, ഇടയ്ക്ക് വീക്കെൻഡിൽ വിളിക്കാൻ മാത്രം. പക്ഷെ അതങ്ങനെയല്ല, അത് അവിടെ എന്ത് ചെയ്താലും കേൾക്കണം. അവൻ്റെ അടുത്തില്ലേ, ഞാൻ എണീക്കുമ്പോൾ ഇന്നെന്ത് വരച്ചു, ഇന്നെന്ത് പഠിച്ചു എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഇവനെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇവൻ അങ്ങനെ നീക്കുക. ഞങ്ങളുടെ സ്പോട്ട് എഡിറ്ററാണ്, നിങ്ങൾ അത് ആലോചിക്കണം. ഓൺ ദ സ്പോട്ടിൽ ഫോട്ടോ എടുത്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. ആർക്കെങ്കിലും ഒക്കെ കോൺടാക്ട് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ താഴെ ഇങ്ങനെ നമ്പറൊക്കെ ഇട്ടേക്കാം. പറഞ്ഞു ലിറ്ററലി ഞങ്ങൾ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇനി മേലെ. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ചെന്ന് പോകേണ്ടതാണ്. സോ എൻ്റെ 8 കൊല്ലത്തെ ഒരു ആഗ്രഹം ഇന്ന് സഫലമായിരിക്കുകയാണ്. വെരി കൂൾ റൈറ്റ്? എന്താടാ ഒന്നും പറയാനില്ലടാ. കുറേ അന്വേഷിച്ചു, കുറേ കാര്യങ്ങൾ അറിഞ്ഞു, ആ രീതിയിൽ വന്നു. അങ്ങനെ ഫൈനലി വന്നു, ഈ ദിവസം വന്നു, എത്തി, നമ്മൾ എടുക്കുന്നു. പക്ഷേ പ്രോസസ്സ് നല്ല ഇതുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. കുറേ നാളത്തെ ആഗ്രഹവും കുറേ നാളത്തെ കഷ്ടപ്പാടും കുറേ നാളത്തെ നീക്കി വെക്കലുമാണ്. ഇത് ദുബായ് വന്നു കഴിഞ്ഞാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഓക്കെ, എന്താണെന്നറിയത്തില്ല, ഒരു സന്തോഷം ഞാൻ വീട്ടിലേക്ക് കാണിക്കൂല, എനിക്ക് പറ്റൂല. ഓക്കെ, കരഞ്ഞു. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയുടെ വക കൂടെ നിന്നവർക്ക് എല്ലാവർക്കും സന്തോഷം.
അല്ല എന്നാടാ ഞാൻ പറയുന്നത്, എനിക്കറിയാൻ മേല. സന്തോഷം കൊണ്ട് അവനെ വാക്കുകൾ കിട്ടുന്നില്ല, ആരും തെറ്റിദ്ധരിക്കരുത്, ഒന്നുമല്ല. ഇല്ല ഞാൻ പൊക്കോട്ടെ. നമുക്ക് ഇറങ്ങിയിരിക്കും. ഉണ്ട് ഇവന് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്ര നേരം ഉപയോഗിച്ച നമ്മുടെ IVC ജോർജിൻ്റെ S24 അൾട്രയാണ്, S25 അൾട്രയാണ്. അപ്പോൾ അവന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലടാ നീ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരേക്കും ബൈ. ഇനി ഇതൊക്കെ റൂമിൽ ചെന്ന് പഠിക്കട്ടെ. കൊണ്ടുപോക്കൂടാ. അപ്പം ശരി എന്നാ ബൈ.